പ്രിയപ്പെട്ടവരെ, കേരളത്തിന് അപരിചിതമായ ചില കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെരുവുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ കോലം കത്തിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ആളുകളും സാദിഖ് അലി തങ്ങളുടെ കോലം കത്തിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് വേണ്ടി SNDPയുടെ ആളുകളും തെരുവിലിറങ്ങി പരസ്പരം വെല്ലുവിളിക്കുന്ന അപകടകരമായ കാഴ്ചയാണ് മതേതര കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. മലബാർ കലാപവും മാറാടും ഞങ്ങൾ മറക്കില്ല. ആ കലാപത്തിന് പിന്നിലെ കൈകൾ ആരുടേതാണെന്ന് ഞങ്ങൾക്കറിയാം. ഇതിൻ്റെ വിരലുകൾ ആരുടെ നേരെയാണ് നീളുന്നതെന്ന് മലയാളിക്കറിയാം. പക്ഷെ വെള്ളാപ്പള്ളി മറന്നുപോയൊരു കാര്യമുണ്ട്. മലബാർ കലാപവും മാറാട് കലാപവും രണ്ടും രണ്ടാണ്. 1921 ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ ജന്മിത്തത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ നടന്ന ഐതിഹാസികമായ പോരാട്ടമാണ് മലബാർ കലാപം. ആ മലബാർ കലാപത്തെ വർഗീയ കലാപമെന്ന് ഇതിനു മുമ്പ് വിളിച്ചിട്ടുള്ളത് RSS ആണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ 1921 കാലത്ത് തന്നെ ആ സമരത്തെ മാപ്പിള കലാപം എന്ന് വിളിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്. അതിനെ ലോകത്താദ്യമായി എതിർത്തിട്ടുള്ളത് മഹാനായ ലെനിനാണ്. ബ്രിട്ടീഷുകാർ ലോകത്താകമാനം ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബംഗാളുകാരനായ അനുഭവ് മുഖർജിയെ തെക്കൻ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ച് വിവരങ്ങൾ പഠിച്ച ശേഷം ലെനിൻ ലോകത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. തെക്കേ ഇന്ത്യയിൽ മലബാറിൽ സാമ്രാജ്യത്വത്തിനും ജന്മിത്തത്തിനുമെതിരെ കർഷകരും കർഷക തൊഴിലാളികളും നടത്തിയ ഐതിഹാസികമായ പോരാട്ടമാണ് മലബാർ കലാപം. അങ്ങനെ അവരൊരു നാടുണ്ടാക്കി. ആ നാടിൻ്റെ പേര് മാപ്പിള നാട് എന്നല്ല, മലയാള നാട് എന്നാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1921 അനുകൂലിച്ചുകൊണ്ട് ഒരു അനുസ്മരണം നടത്തിയിട്ടുള്ള ഏക രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മുസ്ലിം ലീഗോ അന്നുണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയോ ഒന്നും ബ്രിട്ടീഷ് ഇന്ത്യയിലുണ്ടായിരുന്നവർ ഇത് നടത്തിയിട്ടില്ല. 1921 25ാം വാർഷികം പെരിന്തൽമണ്ണയിൽ വെച്ച് ആചരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അന്ന് സഖാവ് EMS അവതരിപ്പിച്ചൊരു പ്രമേയമുണ്ട്. ആ പ്രമേയത്തിൻ്റെ പേര് ആഹ്വാനവും താക്കീതുമെന്നാണ്. ജന്മിത്തത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെയുള്ള ഐതിഹാസികമായ പോരാട്ടത്തിൽ നിന്ന് സമരാവേശം ഉൾക്കൊള്ളുവാനുള്ള ആഹ്വാനം. ആ സമരം ചിലയിടങ്ങളിൽ വഴിമാറിപ്പോയിട്ടുണ്ട്. ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട്, മതം മാറ്റം നടത്തിയിട്ടുണ്ട്. അതിനെതിരെയുള്ള താക്കീത് അതന്നും ഇന്നും എന്നും ഒരേ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. അന്ന് പെരിന്തൽമണ്ണയിൽ വെച്ച് ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ആവേശപൂർവ്വം സംസാരിച്ച സഖാവ് AKGയെ ബ്രിട്ടീഷുകാർ പിടിച്ച് കണ്ണൂർ ജയിലിലടച്ചു. അന്ന് നമ്മൾ ഇമ്മലയാളത്തില് ഒത്തുചേർന്ന് വെള്ളയോട് എതിർത്ത് നല്ല മട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റുമുട്ടുവാൻ. ഈ പാട്ട് മാപ്പിളപ്പാട്ട് എഴുത്തുകാരനായ മോയിൻകുട്ടി വൈദ്യർ എഴുതിയതല്ല, കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ വരികളാണ്. ഇത് എഴുതിയതിനാണ് ആ സഖാവിനെ ബ്രിട്ടീഷ് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി കുണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ വിരൽ തകർത്തത്. 1921 ശേഷമാണ് ബ്രിട്ടീഷുകാർ ആലി മുസ്ലിയാർ മമ്പറം പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തിയത് എന്നതിൻ്റെ പേരിൽ മലബാറിൽ പള്ളികൾക്കും മദ്രസകൾക്കും നിരോധനം ഏർപ്പെടുത്തിയത്. 1957 ജൂലൈ മാസം 7-ാം തീയതി EMS സർക്കാരാണ് ആ നിരോധനം പിൻവലിച്ച് പള്ളികളും മദ്രസകളും ഉണ്ടാക്കാനുള്ള തീരുമാനം കൊണ്ടുവന്നത്. 1921 മലബാർ കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പ്രത്യേക പോലീസ് സേനയുടെ പേരാണ് MSP അഥവാ മലബാർ സ്പെഷ്യൽ പോലീസ്. മാപ്പിള കലാപം അടിച്ചമർത്താനുള്ള ഈ പോലീസിൽ മാപ്പിളമാരെ എടുക്കാൻ പാടില്ല എന്ന് ബ്രിട്ടീഷുകാർ നിയമം കൊണ്ടുവന്നു. 1957 EMS ഗവൺമെൻറ്റാണ് ആ നിയമം മാറ്റി മുസ്ലിങ്ങൾക്ക് MSPയിലേക്ക് പ്രവേശനം കൊടുത്തിട്ടുള്ളത്. ആ കലാപകാലത്ത് ബ്രിട്ടീഷുകാർ ചെയ്ത ഏറ്റവും വലിയ കൂട്ടക്കൊലയാണ് വാഗൺ ട്രാജഡി. തിരൂരിൽ നിന്ന് നിരവധി ആളുകളെ വാഗണിലേക്ക് കുത്തി തിരികെ കയറ്റി പോത്തന്നൂരിലേക്ക് അയച്ച് എല്ലാവരും കൂട്ടത്തോടെ മരണപ്പെട്ട് അതിൽ ഹിന്ദുക്കൾ അടക്കമുള്ളവരുണ്ടായിരുന്നു എന്ന് സാന്ദർഭികമായി പറയാണ്. ആ സംഭവത്തെ കേരളത്തിൽ പാഠശാലകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. 1921 സമരത്തിൽ പങ്കെടുത്ത രക്തസാക്ഷികളെക്കുറിച്ച് കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുള്ളത് സഖാവ് M സ്വരാജാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 1921 സമരവുമായി ഒരുപാട് ഹൃദയബന്ധമുണ്ട്. അതൊരിക്കലും ഒരു വർഗീയ കലാപം ആയിരുന്നില്ല. എന്നാൽ ആന്റണിയുടെ ഭരണകാലത്ത് മാറാട് കടപ്പുറത്ത് നടന്ന കലാപം അത് മുസ്ലിം ലീഗും കൂടി പങ്കുള്ള ഒരു കലാപമായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്.
അതുകൊണ്ട് വെള്ളാപ്പള്ളി മനസ്സിലാക്കേണ്ടത് മാറാട് കലാപവും മലബാർ കലാപവും രണ്ടും രണ്ടാണ്. രണ്ടിനെയും കൂട്ടിയിണക്കരുത്. 1921 മലബാർ സമരത്തിൽ ഒരു തരത്തിലും പങ്കുകൊള്ളാത്ത ഒരു നേതാക്കന്മാരും അറസ്റ്റ് ചെയ്യപ്പെടാത്ത ഒന്നാണ് മലബാർ സമരം. പിന്നീട് എട്ടുകാലി മമ്മൂഞ്ഞുമാരെ പോലെ അതിൽ ഞങ്ങൾക്ക് പങ്കുണ്ട് എന്ന് മുസ്ലിം ലീഗ് അവകാശപ്പെട്ടതല്ലാതെ ആ സമരവുമായി ലീഗിന് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് മലബാർ കലാപം വേറെയാണ്, മാറാട് കലാപം വേറെയാണ്. രണ്ടിനെയും ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് ആക്രമിക്കാനുള്ള വെള്ളാപ്പള്ളിയുടെ ഈ നിലവിട്ട പെരുമാറ്റം മതേതര കേരളത്തിന് ഭൂഷണമല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്.